ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഈസ്റ്ററൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്കിത് വട്ടയപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 മണിക്കൂർ. ഒരു 4-5 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാൽ മതിയേ. എന്നിട്ട് ഞാനത് കഴുകി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലെടുക്കുന്നെങ്കിൽ 2 ഗ്ലാസ് എടുക്കുക. ഞാൻ ഈ പറയുന്ന അളവുകൾ അതേ രീതിയിൽ എടുത്താൽ മതി. പിന്നെ അതിന് വേണ്ടിയിട്ട് 400 ഗ്രാമാണ് ശർക്കര എടുത്തിരിക്കുന്നത്. ഇത് ശർക്കര ചേർത്തുള്ള വട്ടയപ്പം കേട്ടോ ഞാൻ കാണിക്കുന്നത്. നേരത്തെ ഞാൻ പഞ്ചസാര ചേർത്തുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ശർക്കര തന്നെ ചേർത്ത് വേറൊരു രീതി ചെയ്യുന്നതും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് അവലാണ്. അപ്പോൾ അത് മെൽറ്റായി വരട്ടെ, ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ അവൽ 1 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയിലെന്ന് വെച്ചാൽ ചോറ് ചേർത്തിട്ട് അരച്ച് ചെയ്യുന്ന വട്ടയപ്പമായിരുന്നു കേട്ടോ. ഇതിനകത്ത് വെള്ള അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതൊന്നും ആദ്യമേ ചെയ്യേണ്ട കേട്ടോ, അരയ്ക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ചെയ്താൽ മതി. 2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇളം തേങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ കരിക്കിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തരയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ആ രീതിയിൽ ചെയ്യാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം അരി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞാനിത് 2-3 തവണയായിട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ വലിയ ജാറിലൊക്കെ അരയ്ക്കുവാണെങ്കിൽ 1-2 തവണയായിട്ടൊക്കെ നമുക്കിത് അരച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ പാതി എല്ലാം മതിയെങ്കിൽ പാതി മതി കേട്ടോ, അളവെടുത്താൽ മതി. ഇതിലേക്ക് ശർക്കരപ്പാനി ഞാൻ ഒഴിച്ചു കൊടുക്കണം. ഒരു കപ്പ് ആദ്യമേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നല്ല പോലെ ഇപ്പോൾ ഞാൻ ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരിതരിപ്പ് തോന്നും. ഒരുപാട് വേണ്ട, ഒന്ന് തൊടുമ്പോൾ തരിതരിപ്പ് ഉണ്ടെന്നൊരു തോന്നൽ മാത്രം മതി കേട്ടോ. ഒരുപാട് തരിതരിപ്പ് വേണ്ട തന്നെ, എന്നാൽ ഞാൻ ഫൈനായിട്ട് അരച്ചിട്ടുമില്ല കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ബാക്കിയുള്ള കുറച്ച് അരി ഉണ്ടായിരുന്നു. അവൽ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അവൽ കുതിർണം കേട്ടോ, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടത്തില്ല. അല്ലെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മളിനി ഇട്ട് കൊടുക്കുന്നത് ജീരകം, 1 ടീസ്പൂണ് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ജീരകവും ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് മാത്രം മതിയെങ്കിൽ ജീരകം മാത്രം ചേർക്കുക. അതേ കൂട്ട് അല്ലെങ്കിൽ ഏലക്കയുടെ ടേസ്റ്റ് മതിയെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള നമ്മളെ ശർക്കരപ്പാനിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇതൊക്കെ നല്ലപോലെ അരി മാത്രമേ ഉള്ളൂ തരിതരിപ്പോടെ അരയ്ക്കുന്നത്, ബാക്കിയെല്ലാം നല്ല ഫൈൻ പേസ്റ്റ് തന്നെയാണ് അരയ്ക്കുന്നത്. പിന്നെ ഇതിലേക്ക് ബാക്കി 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമ്മൾ തേങ്ങ ഇഞ്ഞ് അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് അരച്ചിട്ട് ബാക്കി ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ ശർക്കര ചേർത്തുള്ള എന്ത് സാധനം ചെയ്യുമ്പോഴും അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ അനുസരിച്ചിട്ട് സമയത്തിലൊക്കെ മാറ്റം വരും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ചൂടൊക്കെ ഉള്ളതാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ടൊക്കെ നല്ലപോലെ പൊന്തി വരും. അപ്പോൾ ഒരു 5 മണിക്കൂറായപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഓരോ ഏത് പാത്രമുള്ളത്, ഞാൻ ഇഡലിപ്പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ പ്ലേറ്റ് ഉണ്ട് സ്റ്റീലിൻ്റെ, അതിലൊഴിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് അതിലൊഴിച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ കേക്ക് ടീനൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് ചെയ്യാം. അത് ഓരോരുത്തരും കയ്യിലുള്ള പാത്രം ഏതാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ ചെയ്യാം. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഇഡലി തട്ടിൽ കോരി ഒഴിച്ചിട്ട് നമ്മൾ ഇഡലിയുടെ ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വെക്കുവാണ്. എന്നിട്ട് ഇതെന്ന് വെച്ചാൽ നല്ലപോലെ ആവി കയറി വരുമ്പോൾ ഉണ്ടല്ലോ, ഞാനത് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഇട്ടുള്ളത് ഞാൻ നേരത്തെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ളതാണ് കഴിഞ്ഞ തവണ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ ആവി കയറി വരുമ്പോഴാണ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് താന്നു പോകത്തുമില്ല കേട്ടോ, മേളിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. അത് ഒരുപാട് സമയം ആവി കയറി കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ അത് ഇരിക്കത്തില്ല. ആവി കയറി വരുമ്പോൾ ഇത് വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചതിന് ശേഷം നല്ലപോലെ ആവി വന്നതിന് ശേഷം പിന്നെ സിമ്മിലിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ നോക്കണം. ഇല്ല, കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുത്തി നോക്കുമല്ലോ വെന്തിട്ടുണ്ടോ, അതേകൂട്ട് നോക്കുമ്പം ഇതിലൊന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ടെന്നുള്ളത്. ഇതിന്ന് പതുക്കെ എടുത്ത് നമുക്ക് മാറ്റി വെക്കാമേ. അപ്പോൾ ഇതേ കൂട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് രീതി ചെയ്യണോ അതേ രീതി ചെയ്യാം. കുറച്ച് ഇങ്ങനെ ചെയ്യുക, പിന്നെ ബാക്കി ഇഡലി തട്ടിൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാം. കയ്യിലൊന്നും ആവിയൊന്നും കയറാതെ കേട്ടോ, അതൊക്കെ വേണം ഇങ്ങനെ ഇളക്കി ഇതിനകത്തുനിന്ന് എടുക്കാൻ. ഇനി നമുക്ക് ഇതേ കൂട്ട് തന്നെ വീണ്ടും ബാക്കിയുള്ളത് ചെയ്യാം. ഞാൻ ആദ്യമേ ഇതിനകത്ത് പാത്രത്തിൽ മാവ് ഒഴിച്ചിട്ടാണ് ചെയ്ത് കാണിച്ചത്. ഓരോ തവണ അതിനകത്ത് എണ്ണ തേച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ തട്ടിതുപോലെ വെച്ചിട്ട് അതിനകത്തോട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് ഒരെണ്ണം കാണിക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കും. അതുപോലെ ആവി കയറുമ്പോൾ അതിനകത്തോട്ട് ഈ ക്യാഷ്യൊക്കെ ഇച്ചിരി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മുന്തിരിങ്ങ വേണോ, തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിലൊക്കെ നെയ്യിൽ വറുത്ത് കോരിയിട്ട് ഇതേ കൂട്ടി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ മാവിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ.
അതാ പറഞ്ഞാൽ നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അങ്ങനെ വട്ടയപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ അളവിൽ ഒരു 4 നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അപ്പോഴെല്ലാവരും ഈസ്റ്ററിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ. മറ്റൊരു വീഡിയോ